ഇല്ല അങ്ങനെയല്ല അങ്ങനല്ല ഞാൻ കള്ളുടിച്ച അങ്ങനല്ല ഞാൻ അത് നാട്ടില് ചെറിയ പ്രശ്നം അങ്ങനല്ല നാട്ടില് ചെറിയൊരു പ്രശ്നമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായി അപ്പൊ അങ്ങനെ രീതിയിൽ ഞാൻ തിരിച്ചു ഞാൻ തരും ഇല്ല ഞാൻ നാട്ടില് ഓളുണ്ട് അങ്ങനല്ല അങ്ങനല്ല അതിന് ആ നാട്ടില് കേസ് വാറന്റ് ആയിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് ക്ഷമിക്കണം ഇല്ല ക്ഷമിക്കോ ഞാൻ ശരി ശരി. നവവരൻ ആണിത്. കാഞ്ഞങ്ങാട് ചന്തേര സ്വദേശി ആസിഫ, 24 വയസ്സ്. നാട്ടിൽ നിൽക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് പാലക്കാട്ടേക്ക് വന്നതെന്ന്. ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ 10-20 മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാലക്കാട്ടേക്ക് എത്തിയതെന്ന്. പാലക്കാട് ട്രെയിൻ ഇറങ്ങിയതും 2 അടിച്ചു. 2 അടിച്ചാൽ മോഷ്ടിക്കാൻ കൈധരിക്കും. അങ്ങനെ ഒലവക്കോട് ഹരിതപുരി കോളനിയിലെ ഒരു വീട്ടിലെത്തി 3 പവൻ സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയും കുറച്ച് സൗദി റിയാലും എടുത്തു. നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെ ഭാര്യയെ നോക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെയാണ് ട്വിസ്റ്റ്. ആസിഫ് ആണെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മോഷണം നടത്തിയാൽ നേരെ മംഗലാപുരത്തോ ഗോവയിലോ പോയി ആഭരണങ്ങൾ വിൽക്കും. പിന്നെ ഗോവയിലെയോ മഹാരാഷ്ട്രയിലെയോ ഏതെങ്കിലും പഞ്ചനക്ഷത്ര റിസോർട്ടിൽ റൂം എടുക്കും. റിസോർട്ടിൽ നിന്നും ഭാര്യയുടെ ഫോണിലേക്ക് വിളിക്കും. ടാക്സി വിളിച്ച് റിസോർട്ടിലേക്ക് വരാൻ പറയും. 2 ആഴ്ച അവിടെ ഇരുവരും ആഘോഷിക്കും. പണം തീരാനാകുമ്പോൾ ഭാര്യയെ ടാക്സി വിളിച്ച് നാട്ടിലേക്ക് അയക്കും. ആസിഫ് മോഷണത്തിനും ഇത് തന്നെയാണ് ഈ നവവരന്റെ പണി. പാലക്കാട് ഹരിതപുരി കോളനിയിലെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ ആരും ഉണ്ടായിരുന്നില്ല. താക്കോൽ ചെടിച്ചട്ടിക്ക് അടിയിൽ തന്നെ വെച്ചിരുന്നു. താക്കോലെടുത്ത് വീട് തുറന്ന് അകത്ത് കയറി. അലമാരയിൽ താക്കോൽ എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇങ്ങനെയൊക്കെ താക്കോൽ വെച്ചാൽ കള്ളൻ വന്ന് വീട് മൊത്തത്തിൽ കൊണ്ടുപോയാലും അറിയില്ല. മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാത്ത നവവരനെ പാലക്കാട് നോർത്ത് പോലീസ് കുടുക്കിയത് ഇന്റലിജൻസ് ഉപയോഗിച്ച CCTV ദൃശ്യങ്ങൾ ആളിനെ മനസ്സിലാക്കിയ പോലീസ് നേരെ ആസിഫിന്റെ നാട്ടിലെത്തി നിരീക്ഷണം ആരംഭിച്ചു. ഭാര്യയുടെ നമ്പറിലേക്ക് കോള് വരുന്നു എന്ന് മനസ്സിലാക്കിയാണ് പോലീസ് ആസിഫിനെ പിടികൂടിയത്. എന്തായാലും ഇനി കുറച്ചു നാൾ നവവരൻ ജയിലിലാണ്. ഇനി അടുത്ത ഹണിമൂൺ ഇനി എന്ന് നടക്കുമെന്ന് കണ്ടറിയണം.